സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നല്ല ചൂട് ചായ നല്ല കറുമുറാന്നിരിക്കുന്ന ഉള്ളിവടയും കൂടെ കിട്ടിയാൽ 4 മണിക്ക് ചായ കുശാല അല്ലേ? ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ പോയി ഞങ്ങൾ ചായ ഉള്ളിവടയൊക്കെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അമ്മയോട് പറഞ്ഞ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കി തരും ഞങ്ങൾക്ക്. അതുപോലെ വീട്ടിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് സവോളയും കുറച്ച് മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാമെന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. നമ്മൾ ഉള്ളിവടയ്ക്ക് വേണ്ടി 7 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോള നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം അരിയുന്ന സമയത്തൊക്കെ ചിലപ്പം കൂടിയായിട്ടിരിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് വിട്ടെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്നത് ഞെരടിയെടുക്കാം. ഞെരടിയെടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി സവോള നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടത് ഞെരടിയെടുക്കണം. അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഞെരടി കഴിയുമ്പോൾ വെള്ളം ഇറങ്ങുമല്ലോ. ഉപ്പിട്ട് ഞെരടി കഴിയുമ്പോൾ വെള്ളം സവോളയിലെ വെള്ളം കൂടെ ഒന്നുകൂടെ ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും സവോള. സവോള നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് കരിവേപ്പില, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കളറിന് വേണ്ടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൈദപ്പൊടിയും കടലമാവുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. മൈദപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ തന്നെ കടലമാവും 4 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉള്ളിവട എന്ന് പറയുമ്പോൾ ഉള്ളിയുടെ രുചിയാണ്. ഉള്ളി വേണം മുന്നോട്ട് ചെയ്യാൻ, പൊടികൾ കുറച്ച് മതി. അതെ, ഉള്ളിവടയുടെ പുറം നല്ല മൊരിഞ്ഞു ഇരിക്കണം, ഉള്ളിൽ ഇച്ചിരി ഒരു കുഴഞ്ഞിരിക്കും അല്ലേ? അതാണ് ഉള്ളിവടയുടെ ടേസ്റ്റ്. നമുക്ക് ഇനി കുഴഞ്ഞ് ശരിക്കും ആകുന്ന ഒരല്പം വെള്ളം ചേർത്ത് വേണമെങ്കിൽ കുഴച്ചെടുക്കാം അല്ലേ? പക്ഷെ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് അല്പം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഞെരടിയ സമയത്ത് ആ ഉള്ളിയിലെ വെള്ളം എല്ലാം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റു വെള്ളങ്ങൾ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ കടലമാവിലും ആ മൈദയിലും നന്നായിട്ട് ആ ഉള്ളി നന്നായിട്ട് ആ കുഴഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്കത് ചുട്ടെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിങ്ങനെ ഒരു ബോളിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഉണ്ടോ അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. അപ്പം അത് പാകം, നമ്മൾ ചേരുവകളെല്ലാം പാകമാണ്. അതിനുശേഷം നമ്മൾ ഒരല്പം കയ്യിൽ ഇച്ചിരി വെള്ളം എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ഈ ബോളാക്കിയ ശേഷം നമ്മൾ ഈ കയ്യിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആവശ്യത്തിലുള്ള നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പരത്തി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അല്പം കട്ടി വേണം. അതെ, പക്ഷെ ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറേ ചെറിയ ഉള്ളിവടകൾ മതിയല്ലോ. അപ്പോൾ നമുക്ക് അതിനുശേഷം നന്നായിട്ട് എണ്ണ ചൂടാണ്. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിവടയെല്ലാം നല്ല മുരിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി നമുക്ക് കോരി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 4 മണി പലഹാരം ഉള്ളിവട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എന്നാലേ നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയുള്ളൂ. കറുമുറാന്നിരിക്കുന്നല്ലേ?
ഉള്ളി നല്ല കുഴഞ്ഞിരിക്കുന്ന ഉള്ളിയൊക്കെ പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്ന പുറമൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പിള്ളേരെ മക്കളെ വാ ടെസ്റ്റ് ചെയ്യാൻ വിളിക്കാം. വാ ഒന്ന് കഴിച്ച് നോക്കിക്കേ. നീ അമ്മളെ ഒന്ന് കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ടോ? നല്ല ചൂടോടെ കഴിക്കണം ഉള്ളിവട, എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആയിട്ട് മൊരിഞ്ഞ് സവാളയൊക്കെ കുഴഞ്ഞിരിക്കണ്ടോ? നല്ല അടിപൊളിയല്ലേ? അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല 4 മണിക്ക് പിള്ളേർക്കും ഒക്കെ ചില ദിവസങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അല്ലെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിലും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി സവോളയൊക്കെ 3-4 സവോള കൂടുതൽ വേണമെന്നുള്ള. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ 7 സവോള എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ മാത്രമുണ്ട്. അപ്പോൾ നിങ്ങളും കുറഞ്ഞ സംഖ്യയൊക്കെ വീടുകളിലുണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു 4 മണിക്ക് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു സവോളയൊക്കെ എടുത്ത് വേഗം കുറച്ചൊന്നും അരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.